ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ബിരിയാണിയാണ്. എന്നാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാല വേറെ, ചോറ് വേറെ, പിന്നെ ദമ്മ് ചെയ്ത് അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ടല്ലോ. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് നല്ല പക്ക മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം, കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 കിലോന് എടുക്കുന്നുണ്ട്. 1/2 കിലോ മസാലയിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയും ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ ചേർത്താൽ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവും, മസാല പെട്ടെന്ന് ചിക്കനിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ ചെറിയ പീസ് ആണ് എടുത്തിന്, നിങ്ങൾക്ക് വലിയ പീസ് എടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ടൈമൊന്നും ഇല്ലാത്തപ്പോൾ ചെറിയ പീസ് ആക്കിയാൽ പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്യും. ഫ്രൈ ചെയ്ത ടേസ്റ്റും ചെറിയ പീസാണ് കേട്ടോ. ഇതിപ്പോൾ മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പം വലിയൊരു പാത്രം വെക്കുക. ഇതിൽ തന്നെയാണ് മസാലയും ചോറും എല്ലാം വെക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പാത്രം തന്നെ വെക്കുക. ഞാനിപ്പോൾ 1 കിലോ അരിൻ്റെയും 1 കിലോ ചിക്കൻ്റെയും കൊണ്ടുണ്ടാക്കുന്ന അളവാണ് കാണിക്കുന്നത്. പാത്രം ഒന്ന് ചൂടായാൽ ഇതിലേക്ക് 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കുക. നെയ്യും ഓയിലും ഓരോരുത്തരുടെ താല്പര്യം പോലെ കൂട്ടോ കുറക്കോ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 6 ഏലക്കായ്, 6 ഗ്രാമ്പു, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട. ഇനി അതൊന്ന് ചൂടായാൽ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക, സവാള. എന്നിട്ട് അതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുക. അതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ ബിരിയാണിക്ക് ആക്കുന്ന പോലെ തന്നെ ഒന്ന് ക്രഷാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിന്, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിന്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരളവിലെടുക്കുക. പിന്നെ 5 പച്ചമുളകും നമ്മളെ എരിവ് അനുസരിച്ച് ഇട്ടുകൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് പെരുംജീരകവും എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ക്രഷാക്കി എടുക്കുക. ഇവിടെ ഇപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നതിന് കുറച്ചുകൂടി വാടാനുണ്ട്. ഈ സമയത്ത് ക്രഷ് ചെയ്ത മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആയാൽ ലോ ഫ്ലെയിമിൽ അവിടെ ക്ലോസ് ആക്കി വെച്ചാൽ മതി, വാടി വന്നോളും. ഈ സമയത്ത് ഇപ്പുറത്ത് അരിയിൽ ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക, തിളക്കാൻ വെക്കുക. ഈടിപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വാടി വന്നതിന് ഇനിയിപ്പോൾ ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് ഗരം മസാലയും. ഈ 2 പൗഡേഴ്സ് മാത്രമേ ഞാൻ ബിരിയാണിക്ക് ചേർക്കാറുള്ളൂ. ഗരം മസാല വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച മസാല ചേർക്കാൻ നോക്കുക, എന്നാലേ നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് പൗഡേഴ്സിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ക്ലീൻ ആക്കി വെച്ച 1/2 കിലോ ചിക്കൻ ഞാനിപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസും ചേർത്ത് കൊടുക്കുക, അതെല്ലാം ഓരോരുത്തരുടെ താല്പര്യം പോലെ ചേർത്ത് കൊടുക്കുക. ചിക്കനും ചേർത്ത് മസാലയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം. ഞാനിപ്പോൾ 1 കിലോ അരിക്ക് 6.25 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. 1 കിലോ അരി 4.5 കപ്പാണ് ഉണ്ടാൽ ആ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് വെള്ളം വാർന്ന ചിക്കൻ അല്ലെങ്കിൽ 1/2 കപ്പ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറേ ടൈമായി ചിക്കൻ കഴുകി വെച്ചിട്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച 1 കിലോ ജീരകശാല കൈമ അരി എല്ലാം പറയുന്നില്ലേ,
ആ ഒരു അരി. ഇതിപ്പോൾ ജീരകശാല അരിയാണ്. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോഴാണ് കേട്ടോ അരി ഇട്ട് കൊടുത്തത്. തിളച്ച വെള്ളമെന്നല്ല ചേർത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക, 1/2 കപ്പ് പുതിനച്ചപ്പ് ചേർത്ത് കൊടുക്കുക, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്ലേവേഴ്സ് കിട്ടുന്ന എല്ലാം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ അരിക്കും ചിക്കനും എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്തത്. ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുമ്പിൽ വെക്കണം കേട്ടോ, എന്നാലേ അരിയും ചിക്കനും ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇനി അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1/2 മുറി ചെറുനാരങ്ങയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ലോണം ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതാണ്. ഇനി ഇതാ ഈ ഒരു ലെവലാവുമ്പോൾ വെള്ളമെല്ലാം തിളച്ച് വെള്ളവും അരിയും ഒരേ ലെവലിലാവുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ക്ലോസ് ആക്കി വെക്കുക. ഇതൊരു 10-12 മിനിറ്റ് എടുക്കും കേട്ടോ കുക്കായി വരാൻ. ആ സമയത്ത് ഇപ്പുറത്ത് ഇതാ ഉള്ളി ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. ഇത് ബിരിയാണിയിലെല്ലാം ഫ്രൈ ചെയ്യുന്നത് പോലെ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ബിരിയാണിക്ക് ഫ്ലേവർ കൊടുക്കുന്ന ഒന്നും ഞാൻ മിസ്സാക്കുന്നില്ല, എല്ലാം ചേർക്കുന്നുണ്ട്. ഈ ഉള്ളി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേ ഓയിൽ തന്നെയാണ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പം കുക്കറിൽ ഈസി പ്രഷർ കുക്കർ ബിരിയാണി 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു ടൈം തന്നെയാണ് കുക്കറിൽ എനിക്കെടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ചിക്കനും അരിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു വിസിലടിക്കാൻ തന്നെ എങ്ങനെയും ഒരു 10-15 മിനിറ്റ് എനിക്കെടുക്കുന്നുണ്ട്. ആ ഒരു വിസിലിന് ശേഷം പ്രഷറെല്ലാം കംപ്ലീറ്റ് തനിയെ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈം തന്നെയാണ് അതിലേക്കും എടുക്കുന്നത്. പക്ഷെ കുക്കറിൽ ചെയ്യുമ്പോൾ ഒരു കുഴഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാം. മസാല ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു വിസിൽ 2 വിസിൽ എടുക്കുമ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ കുക്കർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുക്കർ ആദ്യം യൂസ് ചെയ്യാത്തത്. ഇതിപ്പം ആദ്യത്തെ 10 മിനിറ്റ് ഉള്ളി വഴറ്റാനും മസാല റെഡിയാക്കാനും, പിന്നത്തെ 10 മിനിറ്റ് 10-12 മിനിറ്റ് ചോറ് വേവിക്കാനും എടുക്കുന്നത്. ആ ചോറ് വേവുന്ന ടൈമിലാണ് ഇപ്പുറത്ത് ഇതുപോലെ ഉള്ളിയും ചിക്കനും എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് അവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണെങ്കിൽ നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം അരിയെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അരിയും ചിക്കനും എല്ലാം ഒരുപോലെ വേവുള്ളൂ. ഇതിപ്പോൾ നല്ലോണം വെന്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ആ ടൈമിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ സ്റ്റെപ്പ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, നെയ്യ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ആ നെയ്യോട് കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുമ്പോൾ എന്നിട്ട് നല്ല മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണീൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഇനിയിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ മല്ലിച്ചപ്പ് പുതിന എല്ലാം അതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പുറത്ത് ഇതാ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ ചിക്കനെല്ലാം കോരിയെടുക്കാം. ഇനി ഇതാ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് എല്ലാം ബിരിയാണീൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം വെച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിന് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഓരോ തുള്ളിയായിട്ട് ആഡ് ചെയ്ത്
ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ക്ലോസ് ആക്കി വെക്കുക. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. 5 മിനിറ്റ് ദം ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിത് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തുറക്കുമ്പം തന്നെ നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ സ്മെല്ലെല്ലാം വരും കേട്ടോ. ഇനി ഇത് സെർവ് ചെയ്യുക. നല്ല ചൂടോടെ തന്നെ നല്ല അടിപൊളി കച്ചമ്പറും അച്ചാറും എല്ലാം കൂട്ടി തിന്നാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഫ്രൈ ചെയ്ത ഓണിയനും ചിക്കനും ഇട്ടാൽ സൂപ്പറാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.